ചിരി വരുന്നത് അല്ലെ? ഈ കൊരങ്ങന്റെ കയ്യില് പൂമാലിരിക്കുമ്പോ ആർക്കാ ചിരി വരാത്തത്? അതാണ് അത് എന്നെ പോലെ ചിരി കൺട്രോൾ ചെയ്യണം. കണ്ടില്ലേ ഞാൻ എത്ര നാളായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്ന കൂടെ. വണ്ടിയില് പെട്രോൾ ഇല്ലടാ. ഒരു വഴിക്ക് വരുമ്പോ പെട്രോൾ അടിച്ചിട്ട് വന്നൂടെടാ. ഞാൻ പെട്രോൾ അടിക്കാൻ നിന്നപ്പോഴല്ലേ മഴലി എന്നെ വിളിച്ചേ. അപ്പൊ ഇനി വണ്ടി അവിടെ വരെ എങ്ങനെ കൊണ്ടുപോകും? ഇനി ഒരു കാര്യം ഞാൻ ആട്ടോ വല്ലം പിടിച്ച് പോയി പെട്രോൾ വാങ്ങിച്ചിട്ട് അല്ല എന്റെ ക്യാനുണ്ട്. ഉണ്ടാ നമ്മളത് എന്താടാ എന്റെ ജീവിതം പണ്ട് പെട്രോൾ ഇരുന്ന പുതിയ വണ്ടി വാങ്ങിച്ച് ഓട്ടിക്കുവായിരുന്നു. സത്യം. ഇപ്പൊ ടാക്സി വിളിക്കാൻ പോലും എന്റെ വാല എടുത്താലേ എനിക്ക് വാല ഇല്ല. വാല റാപ്പ് ഉണ്ടോ ഇപ്പോ? ഉണ്ട്. പേര് മാറ്റി. എനിക്ക് വണ്ടിയില്ല. എടേ എനിക്ക് എന്റെ നമ്പർ വേണം. 8888. അതെ മുരളിക്ക് ഓൾറെഡി ഞാൻ നമ്പർ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. എന്റെ 8888 ആയോ? മുരളി സെറ്റിംഗ്സ് കയറി നോക്കിയപ്പോ ഏതാണ്? നോക്കട്ടെ. എന്തൊരു നമ്പർ. അയ്യോ 883333. ഓ തരുവേ എന്തൊരു ഉത്തരവാദിത്തമാടാ. അത് ഞാൻ ചെയ്യും മുരളി. ഇവിടെ എന്റെ അച്ഛൻ അമ്മയും പോലും എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല കേട്ടാ. എന്ന് പറ എന്നെ അങ്ങനെ വിളിക്കില്ലേ? മുരളി കാണാൻ ഡയറ്റ് നോക്കിയേ. എവിടെ? ഡയറ്റ് സൈഡിലോട്ട് ഒരു കടലിന്റെ ഒരു സാധനം തിളങ്ങളില്ലേ? ഇതെന്തൊരു അത് ശരിയാവില്ല. നമ്മൾ എലിയെ പ്രപ്പോസ് ചെയ്യാൻ താജ്മഹൽ പണിതല്ലേ? അതിൽ ഏതെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മറ്റേ ഇന്ത്യ ഗേറ്റ് പണിത് വെച്ചേക്കാണെന്നാ തോന്നുന്നത്. അങ്ങനെ വലിയ ഏപ്രാച്ചലും ചെയ്യും ഇപ്പോ. ഇന്ത്യ ഗേറ്റ് ഒക്കെ ഏതാ ഏപ്രാച്ചിൽ പണിയോ? താജ്മഹൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. ഇന്ത്യ ഗേറ്റിൽ കൊണ്ടുവന്ന് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ എന്തൊരു കാര്യം ഇരിക്കുന്നത്? പുതിയ പിള്ളേരെ കേൾപ്പിച്ചല്ലേ തത്സമയത്തിന് കറക്റ്റ് സമയത്ത് വരാം. ഇവിടെ കമന്റില് പിള്ളേരൊക്കെ വന്ന് സ്പാം ചെയ്ത് ബാബുവിനെ ലീഡർ ആക്കുമെന്ന്. വാട്സ്ആപ്പ് ഗ്രൂപ്പില് എനിക്ക് അങ്ങനെ ഒരു കൊതി വരുമ്പോ മുരളി വരാറ് 4 ദിവസം നോക്കിയിട്ട് ഞാൻ മുരളി അങ്ങ് കൊന്ന് ഭിത്തിയിൽ പടം കയറ്റി ഞാൻ തന്നെ ലീഡർ ഇരിക്കും. ഓ പണ്ടത്തെ പോലെ കരടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്. ആഘോഷം വരുന്നത് അല്ല അങ്ങനെയല്ല സിറ്റിയിൽ ഉത്സവമായിരുന്നു. ഇവിടെ ബാബു എന്നോട് പറഞ്ഞ എലി ലവ്സ് വാസു എന്ന് അവിടെ കല്ല് പണിയുന്നിടത്ത് കൊത്തി വെച്ചിരുന്നു. സത്യമാണോ? അവിടെ പിള്ളേർ തൂറി ഒരു തെണ്ടി വന്ന ആ കല്ല് കൊത്തിക്കൊണ്ടുപോയി. കൊത്തിയ കല്ല് കൊത്തിക്കൊണ്ടുപോയാ? കല്ല് വെട്ടിക്കൊണ്ടുപോയി. ഈ നാട്ടിലുള്ള കല്ലൊക്കെ ആളുകൾ ഇങ്ങനെ കൊതിച്ച് കിടക്കുമ്പോഴേ ഞാൻ കൊതിക്കുന്നതേ 8000 ഇഞ്ചിലെ കല്ലാവാന. പോയാ അതുകൊണ്ട് ഈ കൊത്തിക്കൊണ്ടുപോയി കല്ലൊന്നും ഒന്നും അല്ല എനിക്ക്. മനസ്സിലായോ? ബോധം പോയതോ? അയ്യോ പിന്നെ വിളിക്കാം. ഇന്നോട്ട് നീ മൈൽസ് അല്ലടാ മോനെ. കിട്ടണില്ല. ഞാൻ പേരാലോചിക്കായിരുന്നു. പക്ഷെ അത് ചേരല്ല. മെന്നി ആകുമ്പോഴത്തേക്ക് അങ്ങനെ പറയാൻ ഒരു ഇതുണ്ട്. ഇവന്റെ പേരിനോട് എങ്ങനെയുണ്ട്? ഞാൻ എങ്ങ പോലില്ല. ഇവിടെ മണി ടർഫിൽ എന്തോ ഉണ്ട്. മണി ടർഫിൽ ഉണ്ട്. അവ കുനിഞ്ഞേക്കായിരുന്നു ചന്ദ്രൻ. നീ എലിയായിട്ട് സംസാരിച്ചല്ലേ? നീ നമുക്ക് പിക്കപ്പ് ലൈൻ പറഞ്ഞു കൊടുത്തല്ലേ? സ്ഥിരമണിതാണ് ഇപ്പൊ കണ്ണി കണ്ട എല്ലായിടത്തും ഇതാ പറഞ്ഞപ്പോ കൂടുതൽ ആൾക്കാരുടെ മുമ്പിലായിരുന്നു. എന്നെ എലി വിളിച്ചിട്ട് പറയുവാണേ
സിറ്റിയിലുള്ളവർ മൊത്തം കല്ലിന് പുറകെ പോകുമ്പോ ആ എനിക്ക് വാസുണ്ണന്റെ നെഞ്ചിലെ കല്ലാവാനാ ഇഷ്ടമൊന്ന്. അയ്യേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാനാ. അത്ര ബുദ്ധിയില്ല. എടാ എന്റെ ലോട്ടസ് ഒക്കെ എന്ത് ബെറ്റർ ആടാ. ഇങ്ങനല്ല ഞാൻ പറഞ്ഞു കൊടുത്ത, അതാണ് ഇരിക്കാത്തത്. ഇപ്പൊ പറഞ്ഞ രീതി മാറിപ്പോയി. നെഞ്ചിലെ കല്ല്. എനിക്ക് ഡേ, എന്താ ചന്ദ്രന്റെ പിക്കപ്പ് ലൈൻ കണ്ടായിരുന്നോ ചന്ദ്ര വാസണ്ണ? ഇല്ല എന്തിന് എനിക്ക് കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊരു അച്ഛ ഇല്ലെന്ന് അവന്റെ പിക്കപ്പ് ലൈൻ. ആ അത് ശരിയാണ്. എന്ത് ചെയ്യാൻ പറ്റും, തന്തയില്ലാത്തമാരുടെ ഗതികേടതല്ലേ. സത്യമല്ലേ? അച്ഛന്റെ പേരെന്തോ ആസാൻ എപ്പോഴും ഞാൻ വിചാരിക്കും ചോദിക്കണത്. അത് നിങ്ങളല്ലേ ഒരു അനാഥാലയത്തിലില്ലടാ, പിന്നെ എങ്ങനെ? അതെന്തൊരു ചോദ്യം? എന്നാലും ഒരാൾ കാണത്തില്ലേ? വാസണ്ണ അത് ഞാൻ ചോദിക്കണത് വാസണ്ണ ശരി കണ്ടുപിടിക്കണ്ടേ വാസണ്ണ? കണ്ടുപിടിക്കണ്ടേ? അതാ ഇത്രയും വലിയ ആളായി കണ്ടുപിടിച്ചിട്ട് ചോദിക്കണ്ടേ? ചിലപ്പോ നിന്റെ അനിയനോ അനിയത്തിയോ വല്ല ഉണ്ടെങ്കിലോ? സത്യം വാസണ്ണ ഞാൻ എപ്പോഴും ആലോചിച്ചേ, നമുക്ക് കണ്ടുപിടിച്ചാലും കൊന്നാലേ? എന്തിനെ? പെണ്ണിയണ്ണന്റെ അച്ഛന്റെ പേര് പക്ഷെ എനിക്ക് എന്റെ മാർഷൽ. മാർസലാ? ആ എടാ ബാബു, ഓക്കേ, ഓക്കേ, ഓക്കേ. എടാ ബാബു, എനിക്ക് എന്നെ വഴി കളഞ്ഞിട്ട് പോയ തന്തയാരെന്ന് എനിക്ക് അറിയണ്ട. അത്രേ ഉള്ളൂ. വാസണ്ണ കൊന്നളയാന്ന് കണ്ടുപിടിച്ചിട്ട്. കൊന്നോളാ. ഓക്കെ ഓക്കെ. അതൊക്കെ മെന്നിയണ്ണന്റെ അച്ഛന്റെ പേര് മാർഷൽ, അപ്പന്റെ പേര് ഓപ്പറേറ്റർ അല്ലേ? സത്യം. അയ്യോ, നിന്റെ അച്ഛന്റെ പേരെന്താ ബാബു? ജോറു. ജോറുവിന്റെ മോൻ. അപ്പൊ യോറോ, നിന്റെ അച്ഛൻ യോറു തന്നെ. ജോറു അല്ല, ജോറു. സ്റ്റീവിന്റെ അച്ഛന്റെ പേരെന്താണ്? അസ്രേൽ. മൈൽസിന്റെ മൊറാൽസ്. എല്ലാം ബെന്നിയാ? മാറ്റി പറഞ്ഞ മൈൽസ് ബെന്നി നോക്കി എന്ന് പറഞ്ഞ പേര്. ഇല്ല, അതാക്കില്ല. ഒഫീഷ്യൽ ആക്കില്ലല്ലേ? എല്ലാത്തിനും പറയാനെങ്കിലും ഉണ്ട്. ഈ ബോസ് ആരാണ് ചന്ദ്ര? അത് സ്വന്തമായിട്ട് പേര് അവസരം അവന്റെ കാര്യം ബോസിന്റെ ആഡ് ചെയ്തതാ. ചന്ദൻ അണ്ണാ, ഈ പേരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇടണല്ലേ അണ്ണാ? അപ്പൊ അല്ലല്ല, സ്വന്തമായിട്ട് ഇട്ടതൊന്നുമല്ല. അല്ലല്ല, എന്റെ പേര് പള്ളിയിലച്ഛനിട്ടതാണ്, പരിദ്വാസൂത്. എന്റെ പൊന്നെ, ഈ ഇടാൻ പറ്റിയ പേരാണോ ഈ ബെന്നി? അതന്നെ പരിന്തോഷം എന്നാണെങ്കിൽ അത് പ്രശ്നമാണ്. എന്നെ പരിദ്വാസൂന്നാണ് പണ്ട് തൊട്ട് വിളിച്ചോണ്ടിരുന്നത്. അതെ. അതെ അതെ അതെ. അതെ, മാറ്റി പറഞ്ഞിട്ടുണ്ട് മല്ലി. മറ്റേ പരുന്നിന്റെ ഒരു തടി കൂടി ബ്രെഡ് വലിച്ചിട്ടാണ് അച്ഛൻ അങ്ങനെ വിളിച്ചതെന്ന്. അയ്യേ, അങ്ങനൊന്നും അല്ല. എന്റെ ഉശിരി കണ്ടിട്ടാണ് എന്നെ അന്ന് വിളിച്ചത് പരിദ്വാസൂന്ന്. എത്ര വയസ്സിലെ ഉശിരി? ഒരു 10 വയസ്സിലാണെന്ന് തോന്നുന്നു. എന്നെ അതുവരെ എന്നെ ഇങ്ങനെയായിരുന്നു വിളിക്കുന്ന പുള്ളി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേരിട്ടത്. അപ്പൊ ഡെയിലി ഡോഗ് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. അത് പിന്നെ ചേർച്ചയുണ്ട്. വന്നിറങ്ങിയ കാറ് മഴയല്ലേ? അച്ഛൻ കിട്ടി വാസുണ്ട്.